ഈവനിങ് ഇന്നൊന്ന് കാര്യം വെച്ചാൽ ഉമ്മ രാവിലെ ഉച്ചക്ക് ചോറ് വെച്ച് പോയതാണ്. സോ നമ്മൾ ലൈഫിൽ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ കുട്ടികളിന്ന് പെരുന്നാളായിട്ട് പോണം. ഹായ്, വെൽക്കം ബാക്ക് ടു മലബാർ മഞ്ചത്തി യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ പെരുന്നാൾ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഇതാ തക്ബീർ കേൾക്കുന്നുണ്ടല്ലേ, ലൈറ്റാണ് കേട്ടോ തക്ബീർ കേൾക്കുന്നത്. ഇതാണ് കേട്ടോ ഇന്നത്തെ ഡേയ്സ്. അപ്പം ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. സോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കാണാം. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാലുണ്ടല്ലോ എനിക്ക് മാംഗ്ലൂരിൽ താമസിച്ച പോലെ തോന്നുന്നില്ല കേട്ടോ, ദുബൈയിൽ താമസിച്ച പോലെ തോന്നുന്നുണ്ട് ഈ ഇൻഡക്ഷൻ സ്റ്റവ് ഒക്കെ വെച്ചിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ എന്താവുമായിരുന്നു വെച്ചാൽ ഗ്യാസ് ഇല്ലാതെ കോക്കോനട്ട് മിൽക്ക് ഇല്ലാതെ ഇവിടെ പറ്റുന്ന കാര്യമല്ല. സോ ഇപ്പം എനിക്ക് ഇവിടെ വന്നിട്ട് പുതിയ വീട്ടിലത്തെ അവർ പ്ലേസിൽ വന്നിട്ടൊക്കെ ഓർഡറൊക്കെ വീട്ടിൽ തന്നെ വാതിൽ കിട്ടുന്നത് കൊണ്ട് എല്ലാം എനിക്കിപ്പോൾ ദുബൈൻ്റെ അവർ ഫെസിലിറ്റീസ് പോലെയാണ് തോന്നുന്നത് കേട്ടോ. പിന്നെ ഏകദേശം ഇവർ ഇൻഡക്ഷൻ സ്റ്റൗവിൽ കുക്കിംഗ് ഉണ്ടാക്കുന്നത് കൊണ്ടും അങ്ങനെയാണ് എനിക്ക് ഫീൽ ആവുന്നത്. പിന്നെ രണ്ടാമത് എന്താ വെച്ചാൽ ഉമ്മാക്ക് ഈ ഇൻഡക്ഷൻ എന്താ പറയുന്നതിന് ഈ ഒരു ഹോട്ട് പോട്ടിൽ കുക്കിംഗ് ഉണ്ട്. ഹോട്ട് പോട്ടോ അറിയില്ല, ഇൻഡക്ഷൻ സ്റ്റവ് ആയിരിക്കും. ഇൻഡക്ഷൻ സ്റ്റവ് ആയിരിക്കുമല്ല ആണ്. അപ്പം ഈ സ്റ്റൗവിൽ കുക്കിംഗ് ഉണ്ടാക്കിയാൽ ഉമ്മാക്ക് ഇഷ്ടമല്ല, ഉമ്മാക്ക് ടേസ്റ്റ് ഇല്ല എന്ന് പറയും. പൊതുവെ അവർ ഗ്യാസിൽ നിന്ന് തന്നെ ഫുഡ് സമ്മതിക്കുന്നില്ല. പക്ഷെ ഇതിന് എന്ത് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ സ്റ്റീൽ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അത് കറിയും സംടൈംസ് സ്ലോ കുക്ക് വയ്ക്കണം. നമ്മൾ അബദ്ധപ്പെട്ടത് എന്താ വെച്ചാൽ ഇത് വാങ്ങുന്ന പകരം ഓൾ പാത്രങ്ങളുണ്ടല്ലോ യൂസ് ചെയ്യുന്നത്, അത് വാങ്ങണമായിരുന്നു. പക്ഷെ ഞാൻ ഇത് വാങ്ങി. ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റില്ല, പാത്രങ്ങളൊക്കെ കറിഞ്ഞ് പശലാകുന്നുണ്ട്. അപ്പം ഞാൻ 2 ദിവസം നോക്കും ഗ്യാസ് കിട്ടുമോ ഇല്ലെന്ന്. കിട്ടില്ലെങ്കിൽ ഞാൻ വേറെ സ്റ്റവ് വാങ്ങേണ്ടി വരും. തൽക്കാലമൊക്കെ ഒരു സ്കൂൾ തുടങ്ങാനായി. ഫസ്റ്റ് പൈസ നോക്കിയാൽ പറ്റില്ല. 1-ാം തീയതി സ്കൂൾ തുടങ്ങുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്കൊക്കെ പ്രിപ്പറേഷൻ റെഡി ആവണം. അപ്പം നമുക്കിവിടെ നമ്മളെ ഫസ്റ്റ് കുക്കിംഗ് ഞാൻ നിങ്ങളുമായി കാണിക്കുന്നുണ്ട്. ഓ മൈ ഗാഡ് ഞാനിവിടെ സ്ലോ കുക്കാണിട്ട് വയ്ക്കുന്നത്. നോക്കണം, നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ട് കഴിക്കാം. ഇത്രയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ടെമ്പറേച്ചർ ക്ലിക്കാവുന്നില്ല. ഓക്കെ, കണ്ടോ ഇതിങ്ങനെ ആവുന്നതാണ് പാത്രങ്ങൾ. ഇത് എനിക്ക് തിക്കി പാത്രങ്ങൾ തിക്കി ഞാൻ തന്നെ വയ്യാതായി പോയി തന്നെ. അപ്പം നമുക്ക് ഇന്ന് കൂടുതൽ സംസാരിക്കാതെ നമ്മൾ കുക്കിങ്ങിലേക്ക് പോവാം. യാറബ്ബ ഇതിപ്പോൾ പൊട്ടുന്ന രീതി നോക്കണം. ഞാൻ വെള്ളം നോക്കുന്നില്ല. നല്ല കഴിക്കണം. അപ്പോൾ ഇതിൽ നോക്കിയിട്ടാണ് ഇതിൽ കുക്കിംഗ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇത് ഓയിൽ മാത്രം ഇടണം കേട്ടോ. നമ്മൾ ഓയിലിട്ട് അപ്പം ഞാൻ യൂസ് ചെയ്തത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. കോക്കനട്ട് ഓയിൽ നമുക്ക് എപ്പോഴും എന്താ പറയുക നല്ലതാണ് ഹെൽത്തിന്. ഇത്രയ്ക്ക് ഓയിൽ നമ്മൾ എന്താ പറയുക സൺഫ്ലവർ ഓയിലൊക്കെ ഇത്രയ്ക്ക് സൺഫ്ലവർ ഓയിൽ ഇത്രയ്ക്ക് കുടിച്ചാലും എന്താവും ഒന്നായി. അപ്പം പെരുന്നാളായിട്ട് സിമ്പിൾ ബാച്ചുലർ കുക്കിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാവർക്കും സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എല്ലാം ബാച്ചുലേഴ്സ് ഫോളോ ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. ഞാനിവിടെ ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തായി നോക്കിക്കാണേ എന്താ ചെയ്യാൻ മോച്ച. അപ്പം ഇതൊന്ന് വറുത്ത് കൊടുത്തിട്ട് ഇത് വറുക്കുന്ന വരെ കുറച്ച് ക്യാമറ ഓഫ് ആക്കട്ടെ. അവസ്ഥ ഇങ്ങനെയാണ്. ഇത് നോക്കുന്ന എൻ്റെ ബ്രദർ ശരിക്കുമായിരിക്കും എൻ്റെ കുക്കിംഗ്. ഞാൻ അത്രയ്ക്ക് കുക്കിംഗ് എക്സ്പെർട്ടായിരുന്നു. ഇങ്ങനെ ആയല്ലോ എന്നുള്ളത്. എന്തായാലും നമുക്കിന്ന് തക്കാളി ഒന്ന് വെച്ചിട്ട് ഇടാം. കഷ്ണങ്ങളാക്കിയിട്ട് ഇടാം. ഒരുപാട് നീട്ടാനൊന്നും പറ്റൂല. ഇതിനെ വെച്ചിട്ട് നമ്മളെ തക്കാളി കട്ട് ചെയ്തിട്ട് എനിക്ക് തന്നെ കാണുന്നില്ല, സ്മോക്ക് കൊണ്ട് പുക കൊണ്ട് കാണുന്നില്ല. എന്താ ചെയ്യാം. വാട്ടർ ആഡ് ചെയ്യേണ്ടി വരും.
ഓക്കെ 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 നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ ഉണ്ടാക്കുന്നത്? ഓക്കെ കാതിരിക്കാൻ പറ്റുന്നില്ല. അതിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്ത് തീർക്കാം. coriander leaves, coriander powder, turmeric and അപ്പം ഞാൻ കുറച്ച് ക്ലൗസ് ഇടുന്നുണ്ട് കേട്ടോ. കുറച്ചെന്ന് പറഞ്ഞാൽ 2-3 മതി. ക്ലൗസ് ഇടുന്നുണ്ട്, മതി. പിന്നെ നമ്മൾ കൈ അളവ് വേണ്ടി നമ്മൾ എന്താ പറയുക കാശ്മീരി ചില്ലി പൗഡർ, കൈ അളവിൻ്റെ കൊറിയൻഡർ പൗഡർ, കൈ അളവിൻ്റെ മഞ്ഞൾ പൗഡർ ആൻഡ് ഇവിടെയുള്ള കൈ അളവ് കേട്ടോ. അത് പെർഫെക്റ്റ് ആയിരിക്കും. നമുക്ക് അത്ര എക്സ്പെർട്ട് ആണെന്ന് തെറ്റില്ല. ആ സ്പൂൺ വെച്ചിട്ടൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ സോൾട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമ്മളിടുന്ന കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. അതാണ് കൈ അളവെന്ന് പറയുന്നത്. അപ്പം നമ്മൾ വാട്ടറും ഒഴിച്ച് കൊടുത്ത് കുറച്ച് വേവട്ടി ഗൈസ്. ഞാൻ സംസാരിക്കുന്നതൊക്കെ ഓവറെന്ന് തോന്നുന്നത് കേട്ടോ. എനിക്ക് മലയാളം സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കേട്ടോ മലയാളം ഞാൻ ഇത്രയും സുന്ദരമായി സന്തോഷമായിട്ട് സംസാരിക്കുന്നത്. എനിക്ക് ആൻഡ് കുട്ടികൾക്ക് അപ്പം നമ്മളൊരു സ്ലാങ് തന്നെ ഒരു ഡിഫറെൻ്റ് ആണെന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടമാണ്, ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല. ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇഷ്ടം ഉണ്ടാവില്ല. എല്ലാവരും ഒരേപോലെ ഉണ്ടാവില്ലല്ലോ. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഓവർ പോലൊക്കെ കാണും. പക്ഷെ ഓവറല്ല കേട്ടോ, നാച്ചുറലായിട്ട് സംസാരിക്കുന്നതാണ്. പക്ഷെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആൾക്കാർ ചിന്തിക്കുന്നത് നമ്മളെ ചിന്തഗതിയല്ല, അവർ ചിന്തിക്കുന്ന പോലല്ല. അവർ ചിന്തിക്കുന്നത് അവരെ തന്നെയാണ്, നമ്മളല്ല. സോ നമ്മൾ ആൾക്കാർ എന്ത് ചിന്തിക്കും എന്നുള്ളത് ചിന്താഗതിയിൽ ജീവിച്ചാൽ നമ്മുടെ ലൈഫ് പോക്കാണ്. അപ്പോൾ ആൾക്കാർ എന്ത് വേണമെങ്കിൽ ചിന്തിക്കട്ടെ, നമ്മുടെ ലൈഫിൽ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കില്ല. അത്രേ ഉള്ളൂ. പിന്നെ കുട്ടികളിങ്ങനെ പെരുന്നാളായിട്ട് പോയി ഞാൻ പറഞ്ഞില്ല പെർഫെക്റ്റ് എന്ന്. അതായത് ഇതാ ചിക്കൻ കൊണ്ടുവന്നിട്ടു. നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്യാം. കറിയാണ് നിങ്ങൾ പ്രൊപ്പോസ് ചെയ്യേണ്ടത്. അല്ലാഹു റബ്ബി, ഇതെന്തോ ആയി ക്യാമറ എന്തോ വായിക്കുന്നു ഗായ്സ്. അപ്പം ഇതാ ഇതിലേക്ക് ഞാനിവിടെ ചിക്കൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ഉമ്മാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഇതൊക്കെ കറിയൊക്കെ ചെയ്യുന്നത്. ഉമ്മാക്കെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ ഉമ്മക്ക് ഭയങ്കര വെപ്രാളായിരിക്കും. കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും അതുകൊണ്ടേയിരിക്കും. എന്തായാലും ഉണ്ടാക്കാതിരിക്കില്ലല്ലോ ഒരു വീടാണെങ്കിൽ. ഗൈസ് ഇഷ്ടമാട്ടിൽ വന്നിരുന്ന കൊക്കനട്ട് മിൽക്കാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഗൈസ്. ഓർത്താണ് ട്രൈ ചെയ്യും. ഈ കൊക്കനട്ട് മിൽക്കൊക്കെ എടുക്കാനുണ്ടല്ലോ ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ. ഞാൻ പൊതുവേ കൊക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാറില്ല. കുട്ടികൾക്ക് കൊക്കനട്ട് മിൽക്ക് ഇഷ്ടമായത് കൊണ്ടാണ് കേട്ടോ ചെയ്യാം. നല്ലത്. ഓക്കെ മിക്സ്. അങ്ങനെ നമ്മുടെ മിൽക്ക് തന്നെ ടേസ്റ്റായിട്ട് കണ്ടില്ലേ കറി. ഇനി ഗൈസ് നമ്മൾ മല്ലിയെല്ലാം കൊണ്ട് കളിക്കാൻ ഇത്രയൊക്കെ മല്ലിച്ചപ്പ് ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മല്ലിച്ചപ്പ് അതിലുണ്ടാവില്ല. അവരൊക്കെ ക്ലീൻ ചെയ്യുന്നതും സെപ്പറേറ്റ് വയ്ക്കുന്നതൊക്കെ ഇഷ്ടമായിട്ടുള്ള ഓർഡർ ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. മാംഗ്ലൂരിലേക്ക് പോയ സ്ഥലത്ത് നിന്ന് വെജിറ്റബിൾസ് ആവട്ടെ ഓരോന്നായിട്ട് നോക്കി സെപ്പറേറ്റ് ചെയ്യാണ്. നല്ല ഒരു ഫെസിലിറ്റീസാണ്. അത് ഒരുപാട് പണിയുണ്ട്. ഇപ്പം ഈ ചൊപ്പൊക്കെ മാറ്റി വയ്ക്കാനോ നോക്കി മാറ്റി വയ്ക്കുന്നതൊക്കെ അത്ര ഈസി ഒന്നല്ല. അതിൻ്റെ വേർ കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് വയ്ക്കുന്ന പരിപാടിയൊക്കെ എനിക്ക് തോന്നുന്നു ഇഷ്ടമാട്ടിൽ കിട്ടുന്നതൊക്കെ ഇഷ്ടമാട്ടിലൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾക്ക് ഒരു ഇത്തിരി റേറ്റ് കൂടുതലാണെങ്കിലും
ക്ലീൻ ആൻഡ് നീറ്റ് ഉണ്ടാവട്ടെ. ഇപ്പം നമ്മൾ വെജിറ്റബിൾസ് വാങ്ങണമെങ്കിലും ആ വെജിറ്റബിൾസ് നല്ലോണം കവർ ചെയ്തിട്ട് നല്ലോണം വൃത്തിയിൽ പാക്ക് ചെയ്തിട്ടൊക്കെ തരുന്നതാണ്. പിന്നെ വെജിറ്റബിൾസ് ആൻഡ് ഈ മല്ലിയില ഉലുവയില അതൊക്കെ വാങ്ങുമ്പോൾ വീണ്ടും വാങ്ങണമെന്ന് തോന്നും. അത്ര ക്ലീൻ ആൻഡ് നീറ്റാണ്. അപ്പം നമുക്കൊരു ഇതില്ല വെജിറ്റബിൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ നമ്മൾ അതന്നെ 2 മണിക്കൂർ ക്ലീൻ ചെയ്യണം. ഇതങ്ങനെയല്ല, ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക, കഴുകുക, ഉപ്പിലിട്ടിട്ട് കഴുകുക, അങ്ങനെ ചെയ്താൽ മതി. പണിയും കുറവാണ്. പിന്നെ ഇപ്പം നമ്മൾ വെജിറ്റബിൾ ഷോപ്പിലും ഈ നമ്മൾ മല്ലിയില അത് ഇതുപോലൊക്കെ വാങ്ങുന്നതും പിന്നെ ഇൻസ്റ്റമാർട്ടിൽ വാങ്ങുന്നതും സേഫല്ല, സെയിമാണ്. ആൻഡ് ഇന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മൾ ഇൻസ്റ്റമാർട്ടിൽ സാധനങ്ങൾ ഞാൻ തന്നെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഈ വെജിറ്റബിൾസ് തക്കാളി ഒക്കെ സെപ്പറേറ്റ് ആക്കി വെക്കുന്നതാണ് കേട്ടോ. ഒക്കെ പച്ചമുളകൊക്കെ എത്ര കിലോ വേണം അതൊക്കെ സെപ്പറേറ്റ് ആക്കി അവർ മാറ്റി വെക്കുന്ന സാധനമാണ് നമുക്ക് തരുന്നത്. ഇത് തക്കാളിയാണ്, ഞാൻ വാങ്ങിയ തക്കാളിയാണ് ഇൻസ്റ്റമാർട്ടിൽ നിന്ന്. ഇങ്ങനെ വരത്തുള്ളൂ. അപ്പോൾ ക്ലീൻ ആൻഡ് നീറ്റാണ്. പക്ഷെ അവർ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർ കൊണ്ടുവരുന്ന ബാഗാണ് അത് മറ്റേ ബോക്സിൻ്റെ അവർ ബാഗ് ഉണ്ടാവുമല്ലോ അതിലേക്ക് പാലോ തയറൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിയിട്ട് താഴെ വീഴും. ആ പാക്കിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട്. മഴക്കാലത്തിലൊക്കെ ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ബാഗ് കെയർ ചെയ്യണം. പിന്നെ ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റിലെന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വീട്ടിലത്തെ വാതിൽ വന്ന് തരാനില്ല. സോ ഇവിടെ വീട്ടിൻ്റെ ഉള്ളിൽ, അതായത് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ ഡെലിവറി ബോയ്സിന് ആരും ഉള്ളിൽ കേട്ടില്ല. എല്ലാം നമ്മൾ ഗേറ്റിൻ്റെ അടുത്ത് പോയിട്ട് എടുക്കണം. അതൊരു സേഫാണ്, നല്ലതാണ്. സംടൈംസ് നമ്മൾ തന്നെ പോകണമല്ലോ എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ ആയാലും പ്രശ്നമില്ല. നല്ല നല്ല സാധനം കിട്ടുമ്പോൾ ഞാനാണെങ്കിലും കുട്ടികളെ അയച്ചു വിടും. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയിട്ട് നല്ല നല്ല സാധനങ്ങളെല്ലാം കിട്ടുമല്ലോ. പിന്നെ ഇന്നൊരു സംഭവം എന്താ വെച്ചാൽ ഇൻസ്റ്റമാർട്ടിൽ നെക്സ്റ്റ് ഒരു സംഭവം എന്താ വെച്ചാൽ 471 എബോവ് നമ്മൾ പർച്ചേസ് ചെയ്താൽ 50 നമുക്ക് ഡെലിവറി ചാർജൊക്കെ ഫ്രീ ആണ്. ചെറിയ കുഞ്ഞു സാധനം, അതായത് 500 ഡൗൺ, അത് 400 ഡൗൺ സാധനങ്ങൾ വാങ്ങിയാൽ താഴെ എമൗണ്ടിൻ്റെ സാധനങ്ങൾ വാങ്ങിയാൽ 30, 60, 70 അങ്ങനെ ഡെലിവറി ചാർജ് പേ ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ ഫൈനൽ നിങ്ങളോട് സംസാരിച്ച് ഞാൻ നല്ലോണം നാടൻ ചിക്കൻ കറി റെഡിയായി ഗൈസ്. ഓക്കെ, ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്, വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ, വീട് കാണിച്ചു തരാം ക്ലിയർ ആയിട്ടില്ല. പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണും. ബേസിൻ ചേഞ്ച് ചെയ്യണം, ഒരുപാട് പണിയുണ്ട്. അതൊക്കെ ആൾ കിട്ടണമെങ്കിൽ 1 by 1 വേറെ വന്നാൽ പറ്റില്ല. ഓരോരോ കാര്യങ്ങൾ ഇവിടെ ഫിനിഷ് ചെയ്താൽ മാത്രമേ ഒന്നൊന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഗ്ലാസ് വർക്ക് ഉണ്ട് സിറ്റ് ഔട്ടിലും ബാൽക്കണിയിൽ. അപ്പോൾ ഗ്ലാസ് വർക്കൊക്കെ ചെയ്തിട്ട് നോക്കട്ടെ കറി കേട്ടോ. ഓക്കെ, എന്തായാലും ടേസ്റ്റ് ആയിട്ടുണ്ട്. ഓഫ് ആക്കാം, നല്ല കറി നോക്കാം. കറി ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഗീ റൈസാണ് അല്ലേ, ബാച്ചുലർസ്ക്ക് പച്ചക്കറിയാണല്ലോ. ഇതിൽ യാതൊരു മിക്സിയോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, എല്ലാം റെഡിമെയ്ഡ് കൊണ്ട് തന്നെ യൂസ് ആക്കിയ കറിയാണ്. പിന്നെ ഇതിവിടെ മസാല ചൊപ്പുണ്ട് കേട്ടോ. ഇത് ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചതാണ്, എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് പെരുന്നാളായി, ഇത് വാടോന്നറിയില്ല. ഇവിടുന്ന് താഴ്ന്ന് ഫ്രഷ് ആയിട്ടുള്ളൊരു ബസല ചൊപ്പാണ് ഇവിടെ ഇത്ത തന്നത് എനിക്ക്. സോ ആ ഒരു ബസല കിട്ടൂലല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാക്കണം ഇൻഷാ അല്ലാ. പക്ഷെ 4 വാടിയില്ലെങ്കിൽ ഞാൻ ബീൻസോ ദാലോ ഇട്ടിട്ടുണ്ടാക്കും, ഇല്ലെങ്കിൽ നോക്കാം ഇൻഷാ അല്ലാ എന്തൊക്കെയാവുന്നുള്ളത്. എന്തായാലും എൻ്റെ പരിപാടി ഫുഡിൻ്റെ ഒന്ന് ഗീ റൈസ് വയ്ക്കണം. ഗീ റൈസ് വെച്ചിട്ട് ഇനിയൊരു ഗീ റൈസ് വയ്ക്കണം. ഗീ റൈസ് വെച്ചിട്ട് ഓക്കെ പരിപാടി കഴിയും വേണ്ടത്. ഗീ റൈസിക്ക് ഞാൻ ഓണിയനൊന്നും ഇടൂല കേട്ടോ, സിമ്പിളായിട്ട് ഉള്ള ഗീയും കുറച്ച് ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ഒന്ന് സിമ്പിളായിട്ട് കുട്ടികൾക്കൊരു സന്തോഷത്തിന് വേണ്ടി ചെയ്യാം. പിന്നെ നോക്കാം, ഞാൻ പറഞ്ഞതല്ലേ ഇൻഡക്ഷൻ സ്റ്റൗ ആയതുകൊണ്ട് എനിക്ക് സ്റ്റീൽ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കണം. ഇപ്പം ഞാൻ ഗീ റൈസൊക്കെ ഉണ്ടാക്കുന്നത് ഇലക്ട്രോണിക് കുക്കറിലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അതിന് ഓക്കെ കേട്ടോ. മാക്സിമം എൻ്റെ റൈസൊക്കെ നല്ലോണം വെന്തിട്ട് ഞാനിപ്പോൾ ഇവിടെ വന്ന ശേഷം റൈസ് കുക്കർ വാങ്ങിയ ശേഷം റൈസ് കുക്കറിൽ തന്നെയാണ് കുക്കിംഗ് ഒക്കെ ഉണ്ടാക്കുന്നത്.
സോ ഓക്കെ കേട്ടോ. റൈസ് കുക്കർ ഞാനത് തന്നെ ഇപ്പം ബോയിൽഡ് റൈസ് വയ്ക്കുന്നുണ്ട്, ആൻഡ് ഗീ റൈസ് വയ്ക്കുന്നുണ്ട്, ബിരിയാണി റൈസ് വയ്ക്കുന്നുണ്ട്. കൂടുതലായിട്ട് വേവാതെ നല്ല ആ ഒരു പെർഫെക്റ്റ് രീതിയിൽ വെന്തിട്ട് അത് തന്നെ ഓട്ടോമാറ്റിക് ഓഫ് ആവും. സോ എനിക്കതൊന്ന് വലിയ കിട്ടിയത് വാങ്ങിയത് ഞാൻ മുതലായി എന്ന് തോന്നി. നന്നായി വാങ്ങിയത്. കാരണം കുട്ടികൾക്ക് സ്കൂളിൽ കുറച്ച് ലേറ്റാണ്. ഗ്യാസൊക്കെ വാങ്ങിയാലും ഒരു സൈഡിൽ റൈസ് ആവും. ഇത് എനിക്ക് രണ്ടും ഫ്ലഗ് വേണമല്ലോ. ഇവിടെ ചോറുണ്ടാക്കണം, കറി ഉണ്ടാക്കണം, ഫ്ലഗ് വേണമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇല്ലെങ്കിൽ ഗ്യാസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു സൈഡിൽ ഇത് ഫ്ലഗിൽ ഇട്ട് വെച്ചാൽ റൈസ്, അതായത് സ്കൂള് സ്റ്റാർട്ടാവുന്ന കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ഉച്ചക്ക് റൈസ് തന്നെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ സവറാണെങ്കിൽ എന്താക്കണം, ഇത് രാവിലെ എണിച്ച ഉടനെ ഫസ്റ്റ് പണി ചെയ്യേണ്ടത് റൈസ് വേവിക്കുന്ന പണിയാണ്. നല്ല ചൂടോടുള്ള റൈസ് കുട്ടികൾക്ക് റെഡിയാവും. അതും നല്ല ക്രിസ്പിയാണ്. എന്താ വെച്ചാൽ വെള്ളം നല്ലോണം വട്ടം, അതായത് നമ്മൾ ആ കുക്കറിൽ നിന്ന് റൈസ് എടുത്തിട്ട് ഒരു തവണ വെള്ളം വഹിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് സോൾട്ടൊക്കെ ഇട്ടിട്ട് സ്റ്റെയിനറിൽ യൂസ് ചെയ്താൽ നല്ലോണം ഡ്രൈ ആയിട്ടുള്ള റൈസാണ് കേട്ടോ. ഹോട്ടലിൽ കിട്ടുന്ന പോലെ നല്ല ടേസ്റ്റ്. എനിക്കിഷ്ടമാണ് ഡ്രൈ. എനിക്ക് വാട്ടർ കൺസിസ്റ്റൻസി ഉള്ള റൈസ് ഇഷ്ടമല്ല. സോ എനിവേ നിങ്ങളും അതുപോലെ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ റൈസൊക്കെ ഒരുപാട് ആൾക്കാരുള്ളവർക്ക് പറ്റൂല. ഒരു 3 to 4 മെമ്പേഴ്സൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ റൈസൊക്കെ ഉച്ചക്ക് മാത്രം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ടിഫിനും രാവിലെ റൈസൊക്കെ വേണമെന്നില്ലെങ്കിൽ മറ്റേ കുക്കറിനെ കാട്ടി സേഫാണ് ഇത്. ഇപ്പം എല്ലാവരും അടുപ്പിൽ തന്നെ വയ്ക്കില്ലല്ലോ റൈസ്. ഈ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ആൾക്കാർ അല്ലെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുക്കറിലൊക്കെയാണ് ചോറൊക്കെ ഉണ്ടാക്കുന്നത്. ഇല്ലെങ്കിൽ റൈസ് കുക്കർ ഉണ്ടാവും സെപ്പറേറ്റ്. ബട്ട് ഇതിലെല്ലാം പറ്റും. ദാൽ പറ്റും, മൂങ് ദാൽ പറ്റും, എല്ലാം ഐറ്റംസ് പറ്റും കേട്ടോ. സ്റ്റീം ആക്കാൻ പറ്റും, ഇഡ്ഡലി ചൂടാക്കാം, അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഐ ആം ഹാപ്പി ഫോർ ദാറ്റ് പ്രോഡക്റ്റ്. കാൽ ചിക്കിലാക്കിയാൽ ജീവൻ പോയാലോ ഇട്ടോ. അവനെ അടിക്കണൂട നീന്. അവന് ജീവൻ പോയാലോ അല്ല കാൽ ചിക്കിലാക്കിയിട്ട്. അതുകൊണ്ട് മാറ്റിയാണ് ആന്റിന്റെ അടുത്ത് എന്താ ഇത്ര സ്നേഹമാണ് ചോദിക്കുന്നത് മീജ? മൊബൈൽ വീലും കളിക്കല്ലേ? ആന്റിന്റെ അടുത്ത് എന്താ ഇത്ര സ്നേഹമാണ് ചോദിക്കുന്നേ? അതുകൊണ്ട് തന്നെ ആരാണ് ആന്റി? അതെ, മൊയ്സിന്റെ ഉമ്മാണോ? പിന്നെ പിന്നെന്താ സ്നേഹം? ഉമ്മച്ചിനോട് സ്നേഹമാണോ ആന്റിനോട് സ്നേഹമാണോ? ആന്റി ഇഷ്ടമാണോ ഉമ്മച്ചി ഇഷ്ടമാണോ? ഉമ്മച്ചിന് ഇഷ്ടമല്ല. അപ്പൊ നിന്റെ ഉമ്മാണത് ആന്റി. എൻ്റെ ഇഷ്യൂക്ക് ഞാൻ തന്നെയാണ് ഇഷ്ടം. എൻ്റെ മീസിലിപ്പം രാത്രി വർക്കുമ്പോൾ മാത്രം ഞാൻ വേണം. നമുക്ക് ആൻറ്റീൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു പോ. ആൻറ്റീൻ്റെ അടുത്ത് നീ ആൻറ്റീൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു പോ. എൻ്റെ അടുത്ത് വരട്ടെ. ഞാൻ ഇഷ്യൂ മാത്രം. മൊബൈൽ താഴെ അടിക്കിട്ടുണ്ട്. നീ ആൻറ്റിൻ്റെ മോനല്ലേ? അങ്ങനെ ഗൈസ് ഫൈനലി പെരുന്നാളിൻ്റെ ഡേയ്സ് ആണ് ഇത്. വൈകുന്നേരമാണ് നമ്മൾ പരിപാടിയൊക്കെ കാണിച്ചു തരാം. ഇപ്പം ഇവരെ വർക്കാണ് ഇവരെ എല്ലാവരും വർക്കിട്ടേ. ഇന്ന് വർക്കാതിരുന്നാൽ ശരിയാവും. ഫൈനലി എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ നിങ്ങൾ കണ്ടില്ലേ? സോ സിമ്പിളായിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിന് ജോർജറ്റിൻ്റെ വേലായിരുന്നു, പക്ഷെ ഞാൻ ജോർജറ്റിൻ്റെ വേലെടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഒക്കെയാണ് കളിക്കാനൊക്കെ പോയിട്ട് വന്നതാണ് ഈവനിങ് ടൈം. അപ്പം ഞാൻ റെഡിയാകുമ്പോൾ തന്നെ ഈവനിങ് ഇന്നൊന്നും കാര്യം വെച്ചാൽ ഉമ്മ രാവിലെ അല്ല ഉച്ചക്ക് ചോറ് വെച്ച് പോയതാണ്. സോ ഉമ്മ വരുന്നുണ്ട് കേട്ടോ. ഉമ്മ വരാനായി. പിന്നെ അങ്ങനെ ഒരു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സോ ഗൈസ് നമ്മളൊക്കെ ടയർഡായിക്കണം ഗൈസ്. ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓൾറെഡി ഞാൻ ഫുഡൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഫുഡൊക്കെ എന്തൊക്കെയാണ് കഴിച്ചതെന്നുള്ളത്.